പാകിസ്ഥാനിൽ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത സംഭവത്തിൽ ബന്ദികളെ മോചിപ്പിക്കുകയാണ്. 150 പേരെയാണ് ഇതിനോടകം മോചിപ്പിച്ചത്. സ്വതന്ത്ര ബലൂചിസ്ഥാന് വേണ്ടി പോരാടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ട്രെയിൻ ഹൈജാക്ക് ചെയ്തത്. ഇന്നലെയാണ് സംഭവം നടന്നത്. സുരക്ഷാ സേനയും BLAയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നുമുണ്ട്. 27 വിഘടനവാദികൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് ഇതിനിടെ പുറത്തുവരികയുണ്ടായി. നിരവധി യാത്രക്കാർക്കും പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ട്രെയിനിൽ 450 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 100-ലധികം പേർ ഇപ്പോഴും ബന്ദികളാണ്. ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇന്നലെ രാവിലെ 9 മണിയോടുകൂടി ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ നിന്ന് ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ആണ് ഹൈജാക്ക് ചെയ്യപ്പെട്ടത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബോലനിലെ മുഷ്ഖാഫ് മേഖലയിലാണ് സംഭവം നടന്നത്. ട്രെയിൻ ഒരു തുരങ്കത്തിന് സമീപത്ത് എത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. ബലൂചിസ്ഥാൻ പ്രവിശ്യ സർക്കാരും പാക് സൈന്യവും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ദൌത്യത്തിലാണ്. എന്നാൽ സൈനിക നടപടി ഉണ്ടായാൽ ബന്ദികളെ വധിക്കുമെന്ന മുന്നറിയിപ്പാണ് BLA വക്താവ് നൽകിയിട്ടുള്ളത്.